കണ്ണൂർ സെൻട്രൽ ജയിലിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് പുറത്തേക്ക് വരുന്നത്. വലിയ രീതിയിൽ ലഹരി വ്യാപാരം ജയിലിനകത്ത് നടക്കുന്നു എന്നുള്ള വസ്തുതയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. 400 രൂപയുടെ മാഹി മദ്യത്തിന് 4000 രൂപ വരെയാണ് ജയിലിനകത്ത് ഈടാക്കുന്നത്. ഒരു കെട്ട് ബീഡിക്ക് 200 രൂപയാണ് വില. ഇത്തരത്തിലുള്ള നഗ്നമായ നിയമലംഘനങ്ങളും വ്യാപാരവും ജയിലിനകത്ത് നടക്കുന്നു എന്നതാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. കഴിഞ്ഞ ദിവസം ജയിലിനകത്തേക്ക് നിരോധിത ഉൽപ്പന്നങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നതിനിടെ ഒരാൾ പിടിയിലായിരുന്നു. ഇത് സംബന്ധിച്ച അന്വേഷണത്തിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ദുരൂഹമായ പല ഇടപാടുകളും നടക്കുന്നുണ്ടെന്ന കാര്യം ജയിൽ ചാടി പിടിയിലായപ്പോൾ ഗോവിന്ദചാമി തന്നെ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. പണമുള്ളവർക്കെല്ലാം മദ്യവും കഞ്ചാവും ബീഡിയുമൊക്കെ കിട്ടും. തനിക്ക് പണം കൊടുക്കാൻ ആളില്ലാത്തതിനാൽ ഒന്നും കിട്ടുന്നില്ല. മട്ടൻ കറി പകരം കൊടുത്താണ് ജയിൽ ചാടുന്ന അന്ന് രാത്രി കഞ്ചാവ് വീടി വാങ്ങിയത്. ആ ലഹരിയിലാണ് ജയിൽ ചാടിയതും. ഗോവിന്ദചാമി ഇത് പറഞ്ഞപ്പോൾ പോലീസ് ഒന്ന് ഞെട്ടിയതാണ്. ഒരു കൊടും ക്രിമിനലിന്റെ വാക്ക് എന്നതിനപ്പുറം ഇതിൽ ചില സത്യങ്ങൾ ഉണ്ട് എന്ന് അന്ന് തന്നെ പോലീസ് മനസ്സിലാക്കിയിരുന്നു. ഗോവിന്ദചാമി പറഞ്ഞ വഴിയിലൂടെ പോലീസ് അധികം പോയിട്ടില്ല. പക്ഷേ അതിനിടയിലാണ് ജയിലിലേക്ക് മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും വലിച്ചെറിയാൻ ശ്രമിക്കുന്നതിനിടെ പനങ്കാവ് സ്വദേശി കെ അക്ഷയ് പിടിയിലാകുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അക്ഷയ്യെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ബുധനാഴ്ച അക്ഷയ്യെ കസ്റ്റഡിയിൽ വാങ്ങി ജയിലിലടക്കം എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ജയിലിലേക്ക് ബീഡിയും ഹൻസും മൊബൈലും എത്തിക്കുന്നതിന് ഇവർക്ക് വൻതുക പ്രതിഫലം ലഭിക്കുന്നുണ്ടെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഒരു തവണ സാധനങ്ങൾ എറിഞ്ഞു നൽകിയാൽ തന്നെ 1000 രൂപ കയ്യിൽ കിട്ടും. ഇങ്ങനെ സാധനങ്ങൾ എറിഞ്ഞു നൽകുന്നതിന് വൻതോതിൽ ബീഡി അടക്കം ഇവർ ശേഖരിച്ചു വെക്കുകയും ചെയ്തിരുന്നു. ഈ ഗോഡൌണും പോലീസ് കണ്ടെത്തി. അക്ഷയുടെ കൂട്ടാളികളായ 2 പേർ ഒളിവിലാണ്. മറ്റു ചിലരും ഈ സംഘത്തിൽ ഉണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ജയിലിലേക്ക് സാധനങ്ങൾ എറിഞ്ഞു നൽകാൻ ഏൽപ്പിച്ച തടവുകാരെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ജയിലിനകത്ത് വൻ ലഹരി ഇടപാടുകളാണ് നടക്കുന്നത്. മദ്യം, കഞ്ചാവ്, ബീഡി, ഫോൺ എന്നിവയാണ് പ്രധാനമായും എറിഞ്ഞു നൽകുന്നത്. ഇതകത്തെത്തിയാൽ തടവുകാർക്കിടയിൽ വലിയ തുക ഈടാക്കിയാണ് വിൽപ്പന നടത്തുന്നത്. 150 മുതൽ 400 രൂപക്ക് വരെ കിട്ടുന്ന 1 ലിറ്റർ മാഹി ബ്രാൻഡി ജയിലിനകത്തെത്തിയാൽ അത് 4000 രൂപ വരെ ഈടാക്കിയാണ് തടവുകാർക്കിടയിൽ വിൽക്കുന്നത്. 50 രൂപയുടെ ഒരു കെട്ട് ബീഡിക്ക് 200 രൂപയാണ് വില. കഞ്ചാവ് ബീഡിക്ക് 500 രൂപയും. ഈ പണമിടപാടിന് അകത്ത് പ്രത്യേക സംഘവും പ്രവർത്തിക്കുന്നുണ്ട്. ജയിലിൽ ഒളിപ്പിക്കുന്ന ഫോണിലൂടെയാണ് പുറത്തെ പണമിടപാടുകൾ നടക്കുന്നത്. വൻ റാക്കറ്റ് തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ജയിലിൽ നടക്കുന്നു? ആരൊക്കെയാണ് ഇതിനു പിന്നിൽ? ഇതാണ് ഇനി ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ. കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തെ ലഹരി പണമിടപാടിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. ചില തടവുകാരെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ജയിലിനകത്തും പുറത്തും കൂടുതൽ അറസ്റ്റുടൻ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ വിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.